കാർബൺ ക്രെഡിറ്റ്സ് ഇപ്പോൾ ഞാനിതിനെക്കുറിച്ച് വായിച്ച് ഒരു മിനിമം ലെവൽ റിസർച്ച് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത് ഒരു ആൾറെഡി നല്ലൊരു വോളിയം ഓഫ് ബിസിനസ് ഈ മേഖലയിൽ നടക്കുന്നുണ്ട് വളരെ സൈലൻ്റായിട്ട്. അടുത്ത ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ CAGR റേറ്റ് ഗ്രോത്ത്, കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേഷ്യോ എന്നൊക്കെ പറയുന്നത്, ആവറേജ് ഗ്രോത്ത് റേഷ്യോ എന്നൊക്കെ പറയുന്നത് 40+ ആണ്. 40+ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ റിയൽ എസ്റ്റേറ്റോ ഗോൾഡോ കാണിച്ചതിനേക്കാൾ വലിയ ഗ്രോത്താണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു 2030 ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ ട്രില്യൻസാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലിപ്പോൾ ആളുകൾ ഇതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മോഡലായിട്ട് കാണുന്നുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ഉണ്ട് ഇഷ്ടംപോലെ കമ്പനീസ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, വിഡ കാർബൺ എന്ന് പറഞ്ഞിട്ടൊരു കനേഡിയൻ കമ്പനി ഉണ്ട്. വാട്ട് ദേ ഡു ഈസ് ദേ പ്രീ ഫിനാൻസ് കാർബൺ ക്രെഡിറ്റ്സ്. അപ്പോൾ അവർ ഒരു പ്രൊജക്റ്റ് ഇവിടെ ആന്ധ്രയിൽ ഒരു ഏകദേശം ഒരു 1 lakh acres ഓഫ് പാഡി ഫീൽഡ് ഒരു NGO ത്രൂ ആണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നെക്സ്റ്റ് 5 yearsലേക്ക് പറഞ്ഞ കാർബൺ ക്രെഡിറ്റ്സ് ദേ ബുക്ക്ഡ് ആൻഡ് സം NGOs കുറച്ച് ഓർഗനൈസേഷൻസ് ദേ ആർ ഡൂയിങ് ദ കാർബൺ റിഡക്ഷൻ പ്രൊജക്റ്റ് ഓവർ ദർ. അപ്പോൾ അവർക്ക് പെർ ഏക്കറിന് ഇത്ര കാർബൺ ക്രെഡിറ്റ്സ് അവർ അസ്യൂം ചെയ്ത് അവരതിൻ്റെ വാല്യുവേഷൻ ചെയ്ത് അതിൻ്റെ വെരിഫിക്കേഷൻ ഏജൻസീസിനെ ഏൽപ്പിച്ച് അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്യണ ഏജൻസീസിനെ അവർ പ്രീ ഫിനാൻസ് ചെയ്തേക്കണം. മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ കാർബൺ ക്രെഡിറ്റ്സിൻ്റെ വാല്യൂ കൂടിയാലും കുറഞ്ഞാലും ദേ ബുക്ക് ദ പ്രൈസ്. സാധാരണ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാത്തൊരു സാധനമാണ്.